Hi all, welcome back to an Aging Developer channel. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ VS കോഡിലെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ വളരെ ഉപകാരപ്രദമായ കുറച്ച് അഡ്വാൻസ്ഡ് ഒന്നും പറയാനില്ല, എന്നാലും വളരെ ഉപകാരപ്രദമായ ചില ഫീച്ചേഴ്സാണ്. അതായത് പീക്കിംഗ്, റെഫറൻസ്, റീഫാക്ടറിങ്, പിന്നെ സെൻ മോഡ് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി അടുത്തുള്ള ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യും. ആദ്യം നമുക്ക് സെൻ മോഡ് എന്താണെന്ന് നോക്കാം. നമ്മളൊരു ജോലി ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ മെസ്സേജ് പോപ്പുകൾ വരികയും അല്ലെങ്കിൽ നമ്മൾ ബ്രൗസറിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നത്. സോ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ഒരു ചെറിയൊരു സൂത്രപ്പണിയാണ് ഈ സെൻ മോഡ് എന്ന് പറയുന്നത്. ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ Ctrl+K+Z ഞെക്കിക്കഴിഞ്ഞാൽ ഇത് ഫുൾ സ്ക്രീൻ മോഡിലോട്ട് ഇങ്ങനെ മാറും. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു പോപ്പപ്പും ഇതിന് മുകളിലേക്ക് വരില്ല. സോ നമ്മുടെ ജോലിയിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഉപാധിയാണ് സെൻ മോഡ് എന്ന് പറയുന്നത്. സെൻ മോഡിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫയൽ ബ്രൗസർ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+B പ്രസ് ചെയ്താൽ സൈഡ് ബാർ ഓപ്പൺ ആയി വരും. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫയലിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ കഴിയും. ഇത് മാത്രമല്ല, നമുക്ക് ഫുൾ സ്ക്രീനിലല്ലാത്ത സമയത്തുള്ള കമാൻഡ് പാലറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിലും കിട്ടും. പക്ഷേ കഴിയുന്നതും മറ്റ് സ്ക്രീനുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സെൻ മോഡ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ക്രീനിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഈ സോഴ്സസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കോൺസ്റ്റൻറ്റ് വന്നിട്ട് ഏത് ഫയലിലാണ് ക്ലിയർ ചെയ്തിരിക്കുന്നത് എന്നറിയണമെങ്കിൽ നമുക്ക് ആ ഫയലിലേക്ക് പോകണമെന്നില്ല. പകരം നമുക്ക് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പീക്ക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സ്ക്രീനിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് മാത്രം നമുക്ക് കാണാനുള്ള സംവിധാനമുണ്ട്. ഇതിനാണ് പീക്കിംഗ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഫയലിലേക്ക് നേരിട്ട് പോകണമെങ്കിൽ ഒന്ന് നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ ഉള്ള സ്ഥലത്തേക്ക് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോഴ്സ് ഡീറ്റെയിൽസ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡെഫിനിഷൻ, അതല്ലെങ്കിൽ F12 നിൽക്കിയാലും മതി. നേരെ ആ ഡെഫിനിഷൻ എവിടെയാണോ ആ ഒരു സിമ്പിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ പൊസിഷനിലേക്ക് കഴ്സർ ഡയറക്റ്റായിട്ട് കൊണ്ടുപോകും. ഇത് കോഡ് ട്രാവേഴ്സിങ്ങിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും അധികം യൂസ് ചെയ്തിട്ടുള്ള കീയും ഈ F12 ഈ പീക്കിങ്ങും തന്നെയായിരിക്കും. കാര്യം നമുക്ക് പെട്ടെന്ന് ഈ ഒരു സാധനം എന്താണ് അതിൻ്റെ മീനിങ് എന്ന് നമുക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പീക്ക് ഡെഫിനേഷനകത്ത് പോയാൽ ഈ സോഴ്സിനകത്ത് എന്താണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ തന്നെ നോക്കാം, വിത്തൗട്ട് ലൂസിങ് ദ കോൺടെക്സ്റ്റ്. അത് മാത്രമല്ല, എന്നിട്ട് നമുക്ക് ആ ഫയലിലോട്ട് പോയി നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഡിസ്ട്രാക്റ്റ് ആയി പോകേണ്ട കാര്യമില്ല. പകരം നമുക്ക് ഇവിടെ തന്നെ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫയലിനകത്ത് തന്നെ നിൽക്കുകയും ചെയ്യാം. അതാണ് പീക്കിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. ഇതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഒരു സിമ്പിൾ റെഫർ ആയിരിക്കുന്നത് എന്ന് നോക്കാനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സിമ്പിളിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗോ ടു റെഫറൻസസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ എവിടെയൊക്കെ അതേ പേരിലുള്ള ഫംഗ്ഷൻസ് റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ നമുക്ക് ഇവിടെ ബ്രൗസ് ചെയ്ത് നോക്കാൻ കഴിയും. വീണ്ടും ഇത് നമ്മൾ ഈ ഫയലിന് പുറത്ത് പോകാതെ തന്നെ നോക്കാം എന്നുള്ളത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഇതുകൊണ്ട് എന്താവാനാണ് എന്ന് തോന്നും. പക്ഷേ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം സമയം നിങ്ങൾ ഇതിൽ നിന്ന് ലാഭിക്കുമെന്ന്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ മൾട്ടിപ്പിൾ കഴ്സേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ നോക്കിയായിരുന്നു. പക്ഷേ അത് വെറും ടെക്സ്ച്വൽ റീപ്ലേസ്മെൻ്റ് ആണ്. അതല്ലാതെ ഒരു സ്പെസിഫിക് സിമ്പിളിനെ നമുക്ക് റീഫാക്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളിന് ഈ റൗട്ടർ എന്ന് പറയുന്നതിനാണ് ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. സോ ഞാനിവിടെ ഒരു കമൻറ്റിലും റൗട്ടർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ വർക്കാകുന്നതെന്ന് നോക്കാം. ഈ റൗട്ടറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റീനെയിം സിമ്പിൾ എന്ന് കൊടുത്തിട്ട് ഞാൻ റൗട്ടറിന് പകരം RTR എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഈ റൗട്ടർ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു വേരിയബിൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നോ ആ വേരിയബിൾസ് മാത്രം റീപ്ലേസ് ചെയ്യപ്പെടും. ശരിക്കും ഒരു ലിറ്ററലായിട്ടോ അല്ലെങ്കിൽ ഒരു കമൻറ്റിലോ കൊടുത്തിരിക്കുന്ന റൗട്ടർ എന്ന് പറയുന്നത് ഒരിക്കലും ചേഞ്ച് ആവില്ല. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്തുക. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ ഉപകാരപ്രദമായ ഏതാനും എക്സ്റ്റൻഷൻസിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അതുവരെ ബൈ പറയുന്നത് ഏജിംഗ് ഡെവലപ്പർ.